കോഴിക്കോട് ലഹരി കേസിൽ പോലീസ് പിടികൂടി 8 മാസമായി ജയിലിൽ കഴിയുന്നവർ നിരപരാധികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസ് പിടിച്ചത് MDMA അല്ലെന്ന ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. ഇരട്ടക്കുളങ്ങര സ്വദേശി റെജീന പരപ്പൻ, പൊയിൽ സ്വദേശി സനീഷ് കുമാർ എന്നിവർക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ്. രതീഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വടകര നാർക്കോട്ടിക് കോടതിയാണ് ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ച് യുവാവിനെയും യുവതിയെയും ജാമ്യം അനുവദിച്ചത്. 2024 ഇത്തരത്തിൽ താമരശ്ശേരി തച്ചമ്പൊയിൽ വെച്ച് വാടക വീട്ടിൽ നിന്ന് MDMA-യുമായി യുവതിയെയും യുവാവിനെയും താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിലടയ്ക്കുകയായിരുന്നു. ഇവരിൽ കൈവശം പിടിച്ച 58 ഗ്രാം MDMA പരിശോധനയ്ക്ക് അയച്ചിരുന്നു, രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു. എന്നാൽ പരിശോധനാ ഫലം വന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. സാധാരണ 2 ആഴ്ചകൾക്കുള്ളിൽ പരിശോധനാ ഫലം വരണമെന്നും അത് കോടതിയെ അറിയിക്കണം, മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് രീതി. എന്നാൽ ഇതിന് പോലീസിന് കഴിഞ്ഞില്ല. മാസങ്ങൾക്ക് ശേഷമാണ് ഫലം വന്നത്. ഫലം വന്നപ്പോൾ പിടിച്ച രാസവസ്തു MDMA അല്ല എന്നും കൂടെ തെളിയുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് കോടതി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇരുവർക്കും സ്വമേധയാ സ്വന്തം ജാമ്യം അനുവദിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് പോലീസിനെതിരെ മാനനഷ്ട കേസ് അടക്കമുള്ളവ ഫയൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലാണ് യുവാവും യുവതിയുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബിനി, ഓക്കെ, വ്യക്തമാണ്. മാനനഷ്ട കേസ് ഉൾപ്പെടെ ഫയൽ ചെയ്യാൻ അവർ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.